MIയുടെ ഈ ട്രിമ്മർ നമ്മൾ പവർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺ ആവുന്നില്ല. പക്ഷേ ചാർജ് ചെയ്യുമ്പോൾ ഇൻഡിക്കേഷൻ കാണിച്ച് ഫുൾ ചാർജ് കാണിക്കുന്നുണ്ട്. ബാറ്ററി ഫുള്ളാണ്. നമ്മൾ മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കി. ഇവിടെ വരുന്ന ഈ മൈക്രോ സ്വിച്ച് കംപ്ലൈൻ്റ് ഉണ്ടോ എന്ന് നോക്കി. അതിനും കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ സർവീസ് ചെയ്യാൻ പോകുന്നത് MIയുടെ ഒരു ട്രിമ്മറാണ്. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓൺലൈനിലും ഓഫ്ലൈനിലൊക്കെ ആയിട്ട് മേടിച്ചിട്ടുള്ളൊരു ട്രിമ്മറാണിത്. അപ്പോൾ ഇതിന് മെയിനായിട്ട് വരുന്നൊരു കംപ്ലൈൻ്റ് ആണ് ഈ മൈക്രോ കൺട്രോളിംഗ് ബോർഡ് കംപ്ലൈൻ്റ് ആവുന്നത്. അപ്പോൾ അതെങ്ങനെ നന്നാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബറിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് എന്തായാലും ചെയ്യാൻ മറക്കരുത്. അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ ഒരു ലൈക്ക് തന്നിട്ട് വേണം പോകാൻ. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ട്രിമ്മർ ഓപ്പൺ ചെയ്യാനും നമ്മളിവിടെ ബ്ലേഡ് ഊരി മാറ്റണം. അപ്പോൾ ഈ ബ്ലേഡ് നമ്മൾ ഇടയ്ക്ക് അഴിച്ച് ക്ലീനൊക്കെ ചെയ്യണം. അവിടെ റസ്റ്റ് പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്കിവിടെ ഗ്രീസും ഓയിലും ഒക്കെ ഇട്ട് കൊടുക്കണം, എന്നാലാണ് അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അവിടെ 2 സ്ക്രൂ വരുന്നുണ്ട്. അത് നമുക്ക് ഊരി മാറ്റിയാലാണ് നമുക്കത് അഴിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. കൂടാതെ നമ്മുടെ ആ ക്ലിപ്പ് നിൽക്കുന്ന ആ ഒരു ലോക്കും കൂടി നമുക്ക് ഊരാം. കൂടാതെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തിക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇത് ഊരി മാറ്റാം കേട്ടോ. അല്ലെങ്കിൽ ഇവിടുന്ന് ജസ്റ്റ് ഈ സ്ക്രൂ അഴിച്ച ശേഷം നമുക്ക് മെല്ലെ തിക്കിയാലും അപ്പോൾ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടും. അതിൽ കൂടെ തിക്കിയിട്ട് നമുക്ക് ഇവിടുത്തെ ഈ ലോക്ക് ഊരിയെടുക്കണം. അല്ലെങ്കിൽ അത് ഇതേപോലെ ലോക്ക് വരുന്നുണ്ട്, അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇതേപോലെ ഊരിയെടുക്കാനൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ കറക്റ്റ് വൃത്തിയായിട്ട് ഊരിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ ക്ലിപ്പൊക്കെ എല്ലാം ഊരിയിട്ടുണ്ട്. നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ക്ലിപ്പ് ഇതിന് മുമ്പ് ഇവിടുത്തെ ലോക്ക് പൊട്ടിപ്പോയിട്ടുണ്ട്. ഇവിടെ സ്പ്രിങ് നമുക്കിവിടെ പ്രസ് ചെയ്തിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ലോക്ക് പൊട്ടിപ്പോയിട്ടുണ്ട്. നമ്മളത് കോപ്പർ ഉപയോഗിച്ചിട്ട് അവിടെ നമ്മളത് സോൾഡർ ചെയ്തിട്ട് പഞ്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പഞ്ച് ചെയ്തിട്ട് പിടിപ്പിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്ലിപ്പുകളൊന്നും മേടിക്കാൻ കിട്ടില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ പഞ്ച് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനെ കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. ബ്ലേഡിലെ അലൈൻമെൻറ്റിലൊന്നും വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ബ്ലേഡ് പൊട്ടിപ്പോയാലും ഇതേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ കവർ ഊരി മാറ്റുമ്പോൾ നമുക്കിവിടെ 4 സ്ക്രൂ വരുന്നുണ്ട്. അപ്പോൾ ഈ 4 സ്ക്രൂ നമുക്ക് ഊരി മാറ്റിയാൽ നമുക്ക് ഈ ബോഡി ഇതിൽ നിന്ന് വിടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. കൂടാതെ മുകളിലുള്ള ഈ ഒരു ബോഡി നമുക്ക് മെല്ലെ തിക്കി എടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ബോർഡ് നമുക്ക് ഇതിൽ നിന്ന് ഊരി മാറ്റാം. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഒരു മൈക്രോ കൺട്രോൾ ഉണ്ട്. ഇത് നമ്മൾ ഞെക്കുമ്പോൾ നമുക്കിത് വർക്ക് ചെയ്യുന്നില്ല. മൈക്രോ സ്വിച്ചാണ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല, നമുക്ക് നോക്കുമ്പോൾ കാണാം. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമുക്കൊരു IC കാണുന്നുണ്ട്. അതാണ് ഇതിലേക്കുള്ള ചാർജിങ് കൺട്രോളും കൂടാതെ മോട്ടർ കൺട്രോൾ ചെയ്യാനുള്ള ബോർഡും കൂടി ഈ ICയിലാണ് വന്നിട്ടുള്ളത്. കൂടാതെ ഒരുപാട് ട്രാൻസിസ്റ്ററും മോസ്ഫെറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലൊരു മോസ്ഫെറ്റ് നമുക്കിവിടെ കാണുന്നുണ്ട്. ഇതാണ് നമുക്ക് മോട്ടറിലേക്ക് ഉള്ള കണക്ഷൻ പോകുന്നത്. അപ്പോൾ മോട്ടറിലേക്കുള്ള ഒരു കണക്ഷന്, അതായത് M- എന്നുള്ള കണക്ഷൻ ഇതിൻ്റെ കളക്ടറാണ്. അതായത് മോസ്ഫെറ്റിൻ്റെ ഔട്ട്പുട്ടാണ് നമുക്ക് അതിലേക്ക് പോകുന്നത്. അതിൻ്റെ ഒന്നാമത്തെ കാലമായിട്ടുള്ളത് ബേസാണ്. അത് ഇൻപുട്ട് നമുക്ക് നേരെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ റെസിസ്റ്റർ വെച്ചിട്ട് നേരെ ഈ ICൻ്റെ കാലിലേക്കാണ് വന്നിട്ടുള്ളത്. അത് നമുക്കിവിടെ നോക്കി കാണാം. ഞാൻ ആ റെസിസ്റ്റർ ഇവിടെ പൊക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഓൾറെഡി ഗ്രൗണ്ട് കണക്ഷൻ നേരെ നമുക്ക് മോട്ടറിലേക്ക് കിട്ടുന്നില്ല. പ്ലസ് കണക്ഷൻ ഓൾറെഡി ഫ്യൂസ് വഴി ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ബാറ്ററി കാര്യങ്ങളൊക്കെ വോൾട്ടേജൊക്കെ 4.2 വോൾട്ട് ചാർജിങ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു റെസിസ്റ്റർ ഇവിടെ പൊക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കത് നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ പൊക്കി വെച്ച ആ റെസിസ്റ്ററും ആ മോട്ടറിൻ്റെ ബേസ് കണക്ഷനും കൂടി ഞാൻ ഇവിടെ ടച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ മോട്ടർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ ഡയറക്റ്റ് മോട്ടറിലേക്ക് വോൾട്ടേജ് കൊടുക്കുന്നതിന് പകരം നമുക്കിവിടെ ബേസ് കണക്ഷനിലേക്ക് ഒരു 1K റെസിസ്റ്ററാണ് ഇതിൽ വന്നിട്ടുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ ചെറിയൊരു പൾസ് കൊടുക്കുമ്പോൾ അവിടെ മോട്ടർ വർക്ക് ചെയ്യുന്നതാണ്. കണ്ടില്ലേ, നമുക്ക് കാണാം മോട്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മോട്ടർ ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു 2 കണക്ഷനുകൾ തമ്മിൽ നമുക്കൊരു സ്വിച്ച് പിടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കംപ്ലൈൻറ്റ് പരിഹരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഈ മോസ്ഫെറ്റിൻ്റെ ഒന്നാമത്തെ കാലിൽ നിന്നും നമുക്കൊരു 1K റെസിസ്റ്റർ വെച്ചിട്ട് ഒരു പ്ലസ് വോൾട്ടേജ് കൊടുത്താൽ ഈ മോട്ടർ വർക്ക് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്വിച്ച് കൊടുത്താൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. മൈക്രോ സ്വിച്ച് പറ്റത്തില്ല. അപ്പോൾ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഞാനിവിടെ ഹോൾ ഇട്ടിട്ട് നമ്മളിവിടെ റബ്ബറിൻ്റെ ഒരു ക്യാപ്പൊക്കെ ഇട്ടിട്ട് ഇവിടെ വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നോർമലായിട്ട് നമുക്ക് കിട്ടുന്ന ഈ ഒരു ക്യാപ്പും ഈ ഒരു സ്വിച്ചും നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പോയിന്റിൽ മാത്രമാണ് നമുക്ക് ഫിറ്റ് ചെയ്യാൻ ഇതിലൊരു സ്ഥലമുള്ളൂ കേട്ടോ. കൂടാതെ വേറൊരു സ്ഥലം ഇതിൽ വരുന്നില്ല. നമുക്കിവിടെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഈ ഒരു പോയിന്റിൽ കറക്റ്റ് ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റെഡ് സ്റ്റിക്കർ ഇവിടെ കാണുന്നുണ്ടോ. അപ്പോൾ ഈ MIയുടെ ഇങ്ങനെയുള്ള ട്രിമ്മറും കാര്യങ്ങളൊക്കെ വാറണ്ടിയിൽ നമ്മൾ സർവീസ് സെൻറ്ററിൽ ചെല്ലുമ്പോൾ അവർ അഴിച്ച് നോക്കുമ്പോൾ ഈ റെഡ് ഇതൊരു വൈറ്റ് സ്റ്റിക്കർ ആയിരിക്കും. ഇത് ഇതേപോലെ റെഡ് കളർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും വാറണ്ടി കിട്ടില്ല. അപ്പോൾ അവർ അത് നമുക്ക് വാട്ടർ ഡാമേജ് എന്ന് പറഞ്ഞ് തരികയുള്ളൂ. സംഭവം വാട്ടർ ഡാമേജ് അല്ല ശരിക്കും വന്നിട്ടുള്ളത്, ഈ ഒരു ICയുടെ കംപ്ലൈൻ്റ് ആണ് മെയിനായിട്ട്. അപ്പോൾ ചെറിയൊരു ഈർപ്പം കിട്ടിയാലും മതി, ഈ ഒരു റെസിസ്റ്റർ അല്ലാതെ ഈ ഒരു പേപ്പർ ഇതേപോലെ റെഡ് കളറായിട്ട് മാറും. അങ്ങനെ ഒരുപാട് ട്രിമ്മറുകൾ ഇങ്ങനെ ഔട്ട് ഓഫ് വാറണ്ടിയിൽ വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഇതേപോലെയൊക്കെ നന്നാക്കി കൊടുത്തിട്ടുണ്ട്. അവർക്ക് വീണ്ടും കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. നിങ്ങൾക്കും ഇതേപോലെ സർവീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഇപ്പുറത്ത് കാണാൻ പറ്റും 3.7 വോൾട്ടിൻ്റെ ലിത്തിയം അയൺ ബാറ്ററിയാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചാർജിങ് സോക്കറ്റാണ്. നമുക്കിവിടെ നിന്ന് ചാർജ് ചെയ്തിട്ട് നമുക്കിവിടെ നിന്ന് LED ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ LEDയിൽ നമുക്ക് അതിൻ്റെ ബാറ്ററീൻ്റെ പെർസെൻറ്റേജ് കാണിക്കുന്നതാണ്. കൂടാതെ ബാറ്ററി ഫുൾ ചാർജിങ് ഒക്കെ നമുക്കിതിൽ അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മോട്ടറും ബാറ്ററിയൊന്നും ഇതുവരെ അങ്ങനെ കംപ്ലൈൻറ്റ് വരാത്തൊരു സംഭവമാണ്. നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മോഡൽ ട്രിമ്മറും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ സോക്കറ്റൊന്നും നമ്മൾ പൊട്ടിക്കാണ്ട് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രിമ്മർ തന്നെയാണ്. ഈ മൈക്രോ കൺട്രോളിൽ വരുന്ന ഈ ഒരു പ്രശ്നവും ചില സമയങ്ങളിൽ ചാർജിങ് കയറാത്ത പ്രശ്നം വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്വിച്ച് പിടിപ്പിക്കാൻ ഈ ഒരു ഗ്യാപ്പിലാണ് പറ്റുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ കറക്റ്റായിട്ട് അവിടെ നിന്നോളൂ. അപ്പോൾ ഞാനിവിടെ സോൾഡറിങ് ഒക്കെ ചെയ്ത് കറക്റ്റായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്വിച്ച് ഇതാ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ലീഡ് കട്ട് ചെയ്തിട്ട് ഇവിടെ പ്ലസ് കണക്ഷൻ, ബാറ്ററിൻ്റെ പ്ലസ് കണക്ഷനാണ്. നേരെ നമ്മളൊരു നല്ലൊരു വയർ കണക്ട് ചെയ്തിട്ട് സ്വിച്ചിൻ്റെ ഒരു സൈഡിലേക്കും ഇവിടെ നമ്മൾ 1K റെസിസ്റ്റർ വെച്ചിട്ട് നമുക്ക് ഈ ട്രാൻസിസ്റ്റർ, അതായത് മോസ്ഫെറ്റിൻ്റെ ഒന്നാമത്തെ പിന്നിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വഴി നേരെ സ്വിച്ച് വഴി കയറി പോവുകയാണ്. അപ്പോൾ 3.7 പ്ലസ് വോൾട്ടേജ് നമുക്ക് ഈ വഴി നേരെ 1K റെസിസ്റ്റർ വഴി കയറി ഈ മോസ്ഫെറ്റിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ മൈക്രോ സ്വിച്ച് നമുക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ അതിൽ വർക്കിംഗ് അല്ല, ബോർഡ് ഓൾറെഡി വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് അത് പ്രശ്നമില്ല, അത് അവിടെ നിന്നോട്ടെ. നമുക്കവിടെ ഈ ഒരു വലിയ സ്വിച്ച് പിടിപ്പിക്കാനുള്ള സൗകര്യവും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബാക്ക് സൈഡിലേക്ക് പിടിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ ഇവിടെ അലൈൻമെൻറ്റിൻ്റെ ആ ഒരു റീല് പോകുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ തടസ്സം വരും. അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങോട്ട് പിടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ മോട്ടർ നമുക്കിവിടെ കറങ്ങുന്ന കാണാം കേട്ടോ. അതുകൊണ്ടോ മോട്ടർ ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിലാണ് സ്വിച്ച് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ അലൈൻമെൻറ്റിനുള്ള ആ ഒരു റീല് നമുക്കിവിടെ കാണാം. അത് നമുക്ക് അങ്ങോട്ടോട്ട് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മറ്റേ മൈക്രോ സ്വിച്ചിൻ്റെ അവിടെ ആകുമ്പോൾ നമുക്ക് വലിയ സ്വിച്ച് പിടിപ്പിക്കാനുള്ള സ്ഥലമില്ല. അപ്പോൾ ഈ ലെവലിൽ നമുക്കിത് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വെക്കുമ്പോൾ നമുക്ക് അവിടെ ആ ഒരു ബുഷും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീഡിയോയിൽ കാണാമെന്ന് തോന്നി വിചാരിക്കുന്നു. ഓക്കെയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ സ്വിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ ചെറിയൊരു ഹൈറ്റ് കുറവുണ്ട്. അപ്പോൾ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണ ഗ്ലൂ സ്റ്റിക്കാണ്, അതിൻ്റെ ഒരു കഷ്ണം നമ്മളിവിടെ മുറിച്ചെടുത്തിട്ട് നമ്മൾ ചെറുതായിട്ട് ഉരുക്കിയിട്ട് നമുക്കിവിടെ ഒട്ടിച്ചതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ചെറിയൊരു കഷ്ണം ഒരു ഹൈറ്റ് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓവർ ഹീറ്റും കാര്യമൊന്നും വരാത്തതുകൊണ്ട് ഇത് ഉരുകുകയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതേപോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോർഡ് നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ വെച്ച് നോക്കിയിട്ട് നമുക്ക് ഹൈറ്റ് കറക്റ്റാണോ, സ്വിച്ച് വർക്കിംഗ് ആണോ നോക്കാം. അപ്പോൾ ഇവിടെ ഓക്കെയാണ്, കറക്റ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. നമുക്കിവിടെ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഊരിയതുപോലെ തന്നെ നമുക്കിവിടെ 4 സ്ക്രൂ വന്നിട്ടുണ്ട്. 4 സ്ക്രൂ ടൈറ്റ് ചെയ്ത് നേരെ നമുക്ക് ഗ്യാപ്പ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അടച്ച് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ട്രിമ്മറിൽ മൊത്തം 6 സ്ക്രൂ ആണ് വരുന്നത്. 4 നമുക്ക് അതിലേക്കും ഫ്രണ്ടിൽ ബ്ലേഡ് കണക്ട് ചെയ്യാനുള്ള, ലോക്ക് ചെയ്യാനുള്ള ആ ഒരു ഭാഗത്തേക്കുള്ള 2 സ്ക്രൂ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ അല്പം ഗ്രീസ് അവിടെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ റെസ്റ്റ് മോട്ടറിലേക്കൊക്കെ വരാതിരിക്കും. അപ്പോൾ സ്ക്രൂ ടൈറ്റ് ചെയ്ത് നമ്മൾ നേരെ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലേക്ക് കപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ബാക്കി വന്ന 2 സ്ക്രൂവും കൂടി നമ്മളിവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്കിത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ബ്ലേഡിൻ്റെ ഇവിടുത്തെ ലോക്ക് പൊട്ടിപ്പോയി, അതായത് സ്പ്രിങ്ങിൻ്റെ ലോക്ക് പൊട്ടിപ്പോയാൽ നമുക്ക് ഇതേപോലെ കോപ്പറിൻ്റെ കമ്പികൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ സോൾഡറിങ് ആണ് ഉപയോഗിച്ച് ലോക്ക് ചെയ്ത് കൊടുക്കാം. ആ ലോക്ക് ചെയ്ത് പ്രസ് ചെയ്ത് തന്നെ ലോക്ക് ചെയ്യണം. ചൂടാറി കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് റിലീസ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചൂടാകുന്നതുകൊണ്ട് ഉരുക്കി തിരിച്ചിങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസ് ചെയ്ത് തന്നെ പിടിച്ചിട്ട് വേണം സെറ്റ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളതാണിത്. അപ്പോൾ ട്രിമ്മറിൻ്റെ സർവീസ് ഓക്കെയാണ് കേട്ടോ. വർക്കിംഗ് കൂടെ നോക്കാം.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ സർവീസും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്, ഞാൻ മറുപടി തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.